കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൽ നാം വിചിന്തനം ചെയ്യുന്നത് മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളാണ്. സ്വർഗാരോഹണത്തെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായ ചിത്രീകരണങ്ങളാണ് ബൈബിളിൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ, സുവിശേഷങ്ങളിൽ നമുക്ക് ലഭിക്കുന്നത്. ലൂക്ക എഴുതിയ സുവിശേഷത്തിലും അപ്പസ്തോല പ്രവർത്തനത്തിലും ജെറുസലേമിൽ നിന്നുമാണ് യേശുവിൻ്റെ സ്വർഗാരോഹണം നടന്നതായി വിവരിക്കുന്നത്. എന്നാൽ മത്തായി സുവിശേഷകനും മർക്കോസ് സുവിശേഷകനും ഇത് ഗലീലിയിൽ നിന്നാണെന്ന് ചിത്രീകരിക്കുന്നു. വിവരണത്തിൻ്റെ സ്ഥലകാലങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും സ്വർഗാരോഹണം നടന്നിരിക്കുന്നത് ദൈവിക സാന്നിധ്യം ഉൾക്കൊള്ളുന്ന പർവ്വത ശിഖരത്തിൽ നിന്നുമാണെന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ലൂക്കായുടെ സുവിശേഷവും അപ്പസ്തോല പ്രവർത്തനവും യേശുവിൻ്റെ ഉത്ഥാനം കഴിഞ്ഞ് 40-ാം ദിനമാണ് സ്വർഗാരോഹണം സംഭവിക്കുന്നത് എന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഈ കാലയളവിൽ 40 ദിവസങ്ങളിൽ യേശു തൻ്റെ ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെടുന്നതായും ഈ വിവരണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ മത്തായിയും മർക്കോസും നൽകുന്ന വിശദീകരണത്തിൽ ഇപ്രകാരം ഒരു കാലയളവ് 40 ദിവസം എന്നത് സൂചിപ്പിക്കുന്നില്ല. ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് യേശുവിൻ്റെ സ്വർഗാരോഹണമെന്ന യാഥാർത്ഥ്യത്തിന് വിശദാംശങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിലും ഒരു ചരിത്ര സംഭവമായി തന്നെ രേഖപ്പെടുത്തുവാൻ വേദപുസ്തക രചയിതാക്കൾ ഉദ്യമിക്കുന്നു എന്നതാണ്. അവരുടെ ദൈവശാസ്ത്ര വീക്ഷണമാണ് ഇതിൻ്റെ വ്യത്യാസം. യേശുവിൻ്റെ സ്വർഗാരോഹണം വിശദീകരിക്കപ്പെടുന്ന ബൈബിൾ ഭാഗങ്ങളിൽ ഈ സംഭവത്തെ പ്രൗഢഗംഭീരമായ കലാപരമായ ഒരവതരണത്തിനല്ല ഗ്രന്ഥകർത്താക്കൾ ശ്രമിക്കുന്നത് എന്നുകൂടി നമുക്ക് വ്യക്തമായി ലഭിക്കുന്നു. എന്നാൽ സ്വർഗാരോഹണ വേളയിൽ യേശു തൻ്റെ ചുറ്റും നിൽക്കുന്നവർക്കായി നൽകുന്ന ശക്തവും അടിസ്ഥാനപരവുമായ സന്ദേശത്തിനാണ് ഈ വിവരണങ്ങളെല്ലാം തന്നെ ഊന്നൽ നൽകുന്നത്. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മർക്കോസ് നൽകുന്ന പ്രേക്ഷിത ദൗത്യത്തിൻ്റെ പൊരുൾ കണ്ടെത്താനായിട്ട് നാം ശ്രമിക്കേണ്ടതുണ്ട്. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൻ്റെ ദീർഘമായ ഉപസംഹാരമാണ് 16-ാം അധ്യായത്തിലെ 9 മുതൽ 20 വരെ വാക്യങ്ങൾ എന്നാണ് പണ്ഡിത അഭിപ്രായം. പ്രസ്തുത ഭാഗത്തെ ചില വാക്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷ വായനയിൽ നാം ശ്രവിക്കുന്നത്. സുവിശേഷകൻ ശിഷ്യരുടെ ദൗത്യത്തിൻ്റെ ഉള്ളടക്കം ഇവിടെ ഒരു പ്രധാന വാക്യത്തിൽ ഉൾച്ചേർക്കുന്നു. നിങ്ങൾ ലോകമെങ്ങും പോയി സർവ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. 16-15. യേശു ശിഷ്യർക്ക് നൽകുന്ന പ്രേക്ഷിത ദൗത്യത്തിൽ പ്രകടമായി നിൽക്കുന്ന ആജ്ഞ പോയി എന്നതാണ്. ഇവിടെ പോയി അഥവാ പോകുക, ഗോ എന്ന പ്രവൃത്തി പദത്തിൽ ചലനാത്മകതയുടെ പൂർണ്ണമായ ഉൾക്കാമ്പ് നിറഞ്ഞു നിൽക്കുന്നു. സുവിശേഷകൻ വളരെ വ്യക്തമായും കൃത്യമായും ശിഷ്യർ അനുവർത്തിക്കേണ്ട യാത്രയെ, ചലനത്തെ, മൂവ്മെന്റിനെ അടിവരയിട്ട് രേഖപ്പെടുത്തുകയാണ്. പ്രസ്തുത ശിഷ്യ ദൗത്യം യേശുവിൻ്റെ പ്രഘോഷണ രീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവൻ ഗ്രാമങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. 6-7 അധ്യായം 7-ാം വാക്യം. തൻ്റെ ദൗത്യത്തിൽ പങ്കുകാരാകാൻ ക്ഷണിക്കപ്പെട്ട ശിഷ്യരും യാത്ര ചെയ്ത് അഥവാ സഞ്ചരിച്ച് വചനം പ്രഘോഷിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണെന്ന് യേശു ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അവൻ ഗ്രാമപ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച്
പഠിപ്പിച്ചു കൊണ്ടിരുന്നു. അവൻ തൻ്റെ 12 പേരെ അടുത്ത് വിളിച്ച് 2 പേര് വീതം അയക്കാൻ തുടങ്ങി. ശിഷ്യർ പുറപ്പെട്ട് ജനങ്ങളോട് പ്രസംഗിച്ചു. ഇങ്ങനെയുള്ള വാക്യങ്ങളും ഈ ചലനാത്മകതയെ, പ്രേക്ഷിത ദൗത്യത്തിന്റെ ചലനാത്മകതയെ സൂചിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ പ്രേക്ഷിത ദൗത്യം, സുവിശേഷ പ്രഘോഷണം അടഞ്ഞ മുറിക്കുള്ളിലിരുന്നുള്ള ശുശ്രൂഷയല്ല, അത് പുറത്തേക്ക് ഇറങ്ങിയുള്ള ശുശ്രൂഷയാണ്. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ യേശു നൽകുന്ന പ്രഘോഷണ ദൗത്യത്തിൽ പോകുക അഥവാ പോയി എന്ന പദം സൂചിപ്പിക്കുന്ന ചലനാത്മകത എന്തിനു വേണ്ടിയാണെന്നും സുവിശേഷകൻ വ്യക്തമാക്കുന്നുണ്ട്. എന്തിനു വേണ്ടി ശിഷ്യർ ചലനാത്മകരാകേണ്ടിയിരിക്കുന്നു? അത് വ്യക്തമാണ്. സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടിയാണ് ശിഷ്യർ യാത്ര ചെയ്യേണ്ടത്. ശിഷ്യരുടെ ഈ സുവിശേഷ യാത്ര എല്ലാ സൃഷ്ടികളിലും എത്തിക്കുന്നതിലാണ് ലക്ഷ്യം കൈവരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള സൃഷ്ടവസ്തുക്കളോട് രക്ഷാകര സന്ദേശം, സുവിശേഷം പ്രഘോഷിക്കുന്നതിന് വേണ്ടിയാണ് ശിഷ്യർ ചലിക്കേണ്ടത്, സഞ്ചരിക്കേണ്ടത്. അങ്ങനെ സുവിശേഷ പ്രഘോഷണത്തിന് ഒരു സാർവത്രികത കൈവരുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തു ശിഷ്യർ നിരന്തരം പ്രവർത്തന നിരതരാകേണ്ടവരാണ്. യേശുവിൻ്റെ സ്വർഗാരോഹണവും 2ാം വരവും 2 അറ്റങ്ങളാണ്. ഇതിനിടയിലാണ് ക്രിസ്തു ശിഷ്യരുടെ ക്രിയാത്മകതയുടെ പ്രസക്തി. ലോകത്തെല്ലായിടത്തും യേശുവിൻ്റെ ദൗത്യം എത്തിക്കുവാനുള്ള പരിശ്രമമാണ് നമ്മുടെ മുൻപിൽ ഉയരുന്ന വെല്ലുവിളി. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.